ഹലോ. അതെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ് ലൈഫ് കോച്ച്, എന്തിനാണ് ലൈഫ് കോച്ച് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അതിനു മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഫിയ ഷഫീഖ്. ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്, കൂടാതെ ഒരു ലൈഫ് കോച്ചും കൂടിയാണ്. അപ്പോൾ നമുക്കൊന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം ഞാനൊരു കഥയിലൂടെ പറയാം. ഒരു കാട്ടിൽ നമ്മളുടെ ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാരും കുറച്ച് വളർത്തു മൃഗങ്ങളുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പം വളർത്തു മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരുന്നു? മാന്, ആട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കൂട്ടം മാനുകൾ ഇങ്ങനെ അവരിങ്ങനെ തീറ്റ തേടി ഇങ്ങനെ തേടി 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 എന്തായിരുന്നു, അവർ കൊടും കാടിൻ്റെ അതിരിൽക്കെത്തി. അതായത് കാടെന്ന് പറഞ്ഞാൽ കൊടുങ്കാട്ടിലല്ലല്ലോ ഗുരുക്കന്മാർ താമസിക്കുക, ഒരു കാടിൻ്റെ ഒക്കെ ഒരു അതിർത്തിയിലായിട്ടാണ് ആ ഒരു ഗുരു താമസിച്ചിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കടുവ കൊടുങ്കാട്ടിൽ നിന്നും ചാടി വന്ന് ഈ മാനിനെ പിടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. മാൻ വിട്ടുകൊടുത്തില്ല, മാൻ ഓടി. ഒപ്പം തന്നെ, അതായത് മാനറിയാലോ വളരെ വേഗത്തിൽ മാൻ ഓടാൻ സാധിക്കും. അങ്ങനെ ഒപ്പം അതിനും വേഗത്തിലാര് ഈ കടുവയും പാഞ്ഞ് പിന്നാലെ പോയി എന്നുള്ളതാണ്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഈ രണ്ടു പേരും ഒരു ചതുപ്പിലേക്ക് വീണ്. ഈ ചതുപ്പിൽ വീണപ്പോൾ മുങ്ങി ഏകദേശം രണ്ടുപേരും അവരുടെ കാലം കഴിയാറായി എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയിലെത്തി. ആ സമയത്ത് കടുവയുടെ മുഖത്ത് ആ മരണത്തിൻ്റെ ഭീതി, അതായത് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള ആ ഭീതി കടുവയുടെ മുഖത്ത് ശരിക്കും വന്നു എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് മാനിൻ്റെ മുഖത്ത് ഒരിക്കലും ഒരു ഭീതിയോ ഭയമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാന് നല്ല ഒരു വിശ്വാസത്തിലിരിക്കുകയായിരുന്നു, നല്ലൊരു കോൺഫിഡൻസിലൊരു മുഖഭാവത്തിലിരിക്കുമ്പോൾ ഈ കടുവ ചോദിച്ചു, ഈ മരണത്തിൻ്റെ വക്കിലെത്തിയിട്ട് പോലും നിനക്കെന്താണ് ഇത്ര ധൈര്യം എന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ മാൻ കടുവയോട് പറയുകയാണ്, എനിക്ക് എൻ്റെ ഗുരു എന്നെ രക്ഷിക്കാൻ വരും എന്നുള്ള നല്ല പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ആ മാനിൻ്റെ കാര്യം, മാൻ ഒരു പക്ഷേ മരിക്കുമായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ ആ മാനിനുള്ളൊരു വിശ്വാസമുണ്ട്, എന്നെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസം മാനിനുണ്ടായിരുന്നു. അപ്പം എത്ര വലിയ ശക്തനാണെങ്കിൽ പോലും പല സമയത്തും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന്, നേരെ മറിച്ച് ഈ കടുവയുടെ അത്ര ബലഹീനനല്ല ബലവാനല്ല ഈ മാനെങ്കിൽ പോലും ആൾക്കൊരു ഗുരു എന്നുള്ളതിൻ്റെ പേരിൽ ഉറച്ചൊരു വിശ്വാസത്തിൻ്റെ മേൽ ആ മാനിന് ആ മരണം മുന്നിൽ കണ്ടുപോലും അത്ര കോൺഫിഡൻസിൽ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നിരുന്നത്, ഒരു ലൈഫ് കോച്ച് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് പല വ്യക്തികൾക്കും ജീവിതത്തിൽ പല പരാജയങ്ങളും പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാകുമ്പോൾ ഇതൊന്നും തരണം ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ സ്കൂൾ സിലബസിലോ കോളേജ് സിലബസിലോ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മളുടെ കാലഘട്ടം പോലെയല്ല ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെ ഒരുപാട് ടെൻഷൻ പിടിച്ചൊരു സംഗതിയാണ് അല്ലേ. നമ്മളുടെ കാലത്ത് നമ്മൾ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ രക്ഷിതാക്കൾ മാർക്ക് കുറഞ്ഞതിനോ സ്കൂൾ പോയിട്ട് തിരിച്ചു വരുന്നത് വരെയോ ടെൻഷൻ അടിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നില്ല. നേരെ മറിച്ച് ഇവർ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഹോംവർക്കിൻ്റെ ടെൻഷൻ, എക്സാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെക്കാൾ കൂടുതൽ രക്ഷിതാക്കൾക്കുള്ള ഒരു കൗൺസിലിംഗ് ആണ് ആവശ്യം. പല രക്ഷിതാക്കൾക്കും, ഒരാളും തന്നെയല്ല, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ടെൻഷൻ പിടിച്ചൊരു രീതി തന്നെയാണ് ഓരോ രക്ഷിതാക്കൾക്കുള്ളത്. ഇനി എന്ത് തന്നെയാണെങ്കിൽ പോലും, അതായത് ഹെൽത്ത്, വെൽത്ത്, കരിയർ, ബിസിനസ്, സ്പിരിച്വൽ, അങ്ങനെ എന്ത് തന്നെ ഒരു ആവശ്യമാണെങ്കിലും ചില പ്രതിസന്ധികളുണ്ടെങ്കിൽ ഒരു ലൈഫ് കോച്ച് നമ്മളെ കൈപിടിച്ച് ഉയർത്താനുണ്ടെങ്കിൽ നമുക്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനായിട്ട് ഓരോ വ്യക്തികൾക്കും സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ നമ്മളുടെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒരു വ്യക്തി ഒരു ഗോൾ ഓറിയൻറ്റഡ് ആവാൻ, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആവാൻ, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആവാനായിട്ട് അവരുടെ മൈൻഡ് പവർ അല്ലെങ്കിൽ മനഃശക്തി കൊണ്ട് എല്ലാത്തിനെയും നേരിടാനുള്ളൊരു ശക്തി
ആർജിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈഫ് കോച്ച് സെക്ഷനിലൂടെ സാധിക്കുന്നതാണ്. ഒരു ലൈഫ് കോച്ചും ക്ലയൻറ്റും തമ്മിലുള്ളൊരു ഒരു ഒരു വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് 3 സെക്ഷനിലൂടെയാണ് ഏകദേശം ഒരു കൈകാര്യം ചെയ്യുന്നത്. അതൊരു ഹീലിങ്ങിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസിയിലൂടെ ആയിരിക്കാം. ഏത് തരത്തിലാണെങ്കിലും, ഗ്രൂപ്പ് ക്ലാസ്സിലൂടെ, ഏത് തരത്തിലാണെങ്കിലും ആ ക്ലയൻറ്റിനെ ഒരു പൂർണ്ണതയിലെത്തിക്കാനുള്ള, അതായത് ഒരു ക്ലയൻറ്റിൻ്റെ സ്കില്ലിനെ, യുണീക്കായിട്ടുള്ള സ്കില്ലിനെ പുറത്തേക്കെടുക്കാനായിട്ട്, ഒളിഞ്ഞു കിടക്കുന്ന പല കഴിവുകളും പുറത്തേക്കെടുത്ത് അവരെ സ്റ്റേബിളായിട്ട് നിർത്താൻ വേണ്ടി ഒരു ലൈഫ് കോച്ചിന് സഹായം കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ ലൈഫ് കോച്ച് ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്ത് ആ ക്ലയൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ക്ലയൻറ്റും ലൈഫ് കോച്ചും തമ്മിൽ ഒരു കോ ക്രിയേഷനാണ് എന്താണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഈ ക്ലയൻറ്റിൻ്റെ സ്കില്ല് തിരിച്ചറിഞ്ഞ്, കഴിവുകൾ തിരിച്ചറിഞ്ഞ്, ഇപ്പോൾ ഒരു വ്യക്തി പറയണേ എനിക്ക് ഇല്ല 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 എന്ന് പറയുന്നിടത്ത് നിന്ന് തനിക്ക് എന്തുണ്ടോ അതിൽ നിന്നും ആ വ്യക്തിയെ കഴിവുള്ളവരാക്കി മാറ്റാനാണ് ഒരു ലൈഫ് കോച്ച് സഹായിക്കുന്നത്. അപ്പം പല വ്യക്തികൾക്കും, ആളുകൾക്കും എന്താണ് ഇല്ല എന്ന് പറയുന്നിടത്താണ് കൂടുതലും എന്തുള്ളത്, ഒരു പറയാനാണ് കൂടുതൽ ഇഷ്ടം, ഇല്ല എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം. ആ ഇല്ല എന്ന് പറയുന്നിടത്ത് അവിടെ അവസാനിപ്പിച്ച് എന്തുണ്ടോ ആ ഉള്ളതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാനാണ് ഒരു ലൈഫ് കോച്ച് ഒരു ക്ലയൻറ്റിനെ സഹായിക്കുന്നത്. അപ്പം ഒരു സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മുമ്പിൽ, അതായത് ഒരു സക്സസ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഒരു സക്സസ് ആയിട്ടുള്ളൊരു എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു വ്യക്തി, ബിസിനസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അവരുടെ പിന്നിൽ ഒരു ട്രെയിനറോ ഒരു കോച്ചോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളും നാളെ ഒരു സക്സസ് ആയിട്ടുള്ളൊരു വ്യക്തിയാവണം എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുകളായിരിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു തെളിഞ്ഞ കുളത്തിൽ അടി ഫുള്ള് ചെളിയാണ്, പക്ഷെ അതിൽ ആരും ഇറങ്ങിയിട്ടില്ല, ഒരു പ്രശ്നവും അല്ലെങ്കിൽ എന്തായിരിക്കും, മുകൾ ഭാഗം കംപ്ലീറ്റ് ഒരു തെളിഞ്ഞ വെള്ളമായിട്ടാണ്. തടാകത്തിലായാലും കുളത്തിലായാലും എവിടെയാണെങ്കിലും ഒരു തെളിഞ്ഞ വെള്ളമായിരിക്കും. അതിനിടയ്ക്ക് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെളിയെല്ലാം എന്താവും, കലങ്ങി മറിഞ്ഞ് ആ തടാകം അല്ലെങ്കിൽ കുളം മൊത്തം ആകെ കലങ്ങി മറിയുന്നുള്ളതാണ്. അപ്പം അങ്ങനെയായിരിക്കും ഒരു പക്ഷേ നമുക്ക് ആ ക്വയറ്റായിട്ട് നിൽക്കുമ്പോഴും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റക്കായി പോകുന്നത് നമ്മളുടെ ചെറുപ്പകാലത്തുണ്ടാവുന്ന പല പ്രശ്നങ്ങളും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും. ആ സമയത്ത് നമുക്ക് നമ്മളുടെ മൈൻഡ് ക്ലൻസിങ്ങിലൂടെ അല്ലെങ്കിൽ ഹീലിങ്ങിലൂടെയൊക്കെ നമ്മളുടെ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന പല വിഷമങ്ങളെയും നമുക്ക് തുടച്ചു നീക്കിക്കൊണ്ട് നമ്മളുടെ മനസ്സ് ക്ലിയർ ആക്കാനും ഒരു മനഃശക്തി കൈവരിക്കാനും ഒരു ലൈഫ് കോച്ച് ഒരു വ്യക്തിയെ സഹായിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ആഴ്ചയിൽ വേണോ മാസത്തിൽ വേണോ എങ്ങനെയുള്ള ക്ലാസ് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാനായിട്ടൊരു ക്ലയൻറ്റും കോച്ചും തമ്മിൽ സംസാരിച്ച് ഏത് തരത്തിലുള്ള ക്ലാസ്സാണ് ആ വ്യക്തിക്ക് വേണ്ടത്, അതിന് 1-to-1 സെക്ഷൻ വേണമെങ്കിൽ അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. നമ്മളൊരു പ്രശ്നത്തിൻ്റെ പരിഹാരം തേടാനായിട്ട് നമ്മൾ വേറൊരു വ്യക്തിയെ സമീപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ സഹായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അവളോട് പല കാര്യങ്ങൾക്കും കടപ്പെട്ടിരിക്കേണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു രഹസ്യമാക്കി വെക്കേണ്ട ഒരു കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഒരു പക്ഷേ ഇത് പിന്നീടൊരു ഒരു മനസാക്ഷിക്കുത്തിൻ്റെ ആവശ്യമൊന്നും നമുക്കൊരു ലൈഫ് കോച്ചിനോട് പറഞ്ഞാൽ പ്രശ്നമുള്ള കാര്യമല്ല. നേരെ മറിച്ച് നമ്മൾ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അതൊരു ബുദ്ധിമുട്ടിനും, കാര്യം നമുക്കുള്ള പല പ്രതിസന്ധികളും മറ്റൊരാളെ സംബന്ധിച്ച് അവർക്കുള്ള പ്രതിസന്ധികളായിരിക്കില്ല. അവർക്കൊരു 5 മിനിറ്റിലോ 10 മിനിറ്റിലോ കേൾക്കുന്നൊരു കാര്യം മാത്രമായിരിക്കും. പക്ഷെ ഒരു ലൈഫ് കോച്ചിനെ സംബന്ധിച്ച് ഏതൊരു ക്ലയൻറ്റ് മുന്നിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ എത്തിക്സ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യലായിരിക്കും. അവരെ എന്തൊരു കാര്യത്തിനും അവരെ മുമ്പിലെത്തിക്കുക, അതായത് 10 വർഷം കൊണ്ട് നടക്കുന്നൊരു കാര്യം, ഇനി ഒരു ബിസിനസ്സിലുള്ളൊരു അച്ചീവ്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 9 to 5 ജോബുള്ള ആൾക്കൊരു ബിസിനസ് ചെയ്ത് ഒരു എൻ്റർപ്രനർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്നവരായിരിക്കും. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാത്തവരെ ഒരു
ഒരു സ്മാർട്ട് വർക്കിലൂടെ അവർക്ക് പലതും അച്ചീവ് ചെയ്യാനായിട്ട് ഒരു സഹായം കൊടുക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, പക്ഷേ ഇതൊന്നും അനുഭവിക്കാനോ പ്രവർത്തിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല, ഒരു കാപ്പബിലിറ്റി ഇല്ല എങ്കിൽ അതിനൊക്കെ ഒരു മുന്നിട്ട് ഇറക്കാനായിട്ടും ഈ ഒരു ലൈഫ് കോച്ചിങ്ങിലൂടെ സഹായിക്കും. അപ്പം ഏതൊരു വ്യക്തിക്കും, കുറവുള്ളവർക്ക് തന്നെയല്ല, മനുഷ്യനാണോ അവർക്കൊരു കോച്ചിങ്ങും ഒരു ട്രെയിനറുടെ ആവശ്യമുണ്ടെന്നുള്ളതാണ് സത്യം. ഒരു മനുഷ്യനാണെങ്കിലും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും നല്ല സ്മൂത്തായിട്ടും ഹാപ്പി ആയിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഒരു ലൈഫ് കോച്ചിൻ്റെ സഹായം തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഒരു ട്രെയിനറുടെ സഹായം അതെന്ത് കാര്യത്തിനായാലും, ഇപ്പോൾ ഒരു സെലിബ്രിറ്റികളെ സംബന്ധിച്ച്, ഏതൊരാളെ സംബന്ധിച്ചും ഇപ്പോൾ പല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർക്ക് ഒരിക്കലും, ഇപ്പോൾ ഒരു ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരു കളിക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഈ സച്ചിൻ ടെണ്ടുൽക്കറിന് വരെയും ഒരു ട്രെയിനർ ഉണ്ട്, ഒരു കോച്ച് ഉണ്ട്. ദിവസമുള്ള പ്രാക്ടീസിലൂടെയാണ്. അപ്പം നമുക്ക് ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കോച്ചോ ട്രെയിനറോ ഉണ്ടെങ്കിൽ അവർക്ക് ഓരോ ദിവസം ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ടൂൾസിലൂടെയും ഒരു പല ടെക്നിക്സിലൂടെയൊക്കെ അവർക്കൊരു കോച്ചിൻ്റെ സഹായത്തിലൂടെ എത്തിച്ചു കൊടുക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ലൈഫ് ലോങ് ഒരു കോച്ചിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് അതിനുള്ളൊരു ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മൈൻഡ് പവർ അല്ലെങ്കിൽ ഒരു ശക്തി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് നമുക്ക് പിടുത്തം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടും നമുക്ക് മറ്റൊരു വ്യക്തിക്ക് സമീപിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ട്രെയിനറുടെയോ ഒരു കോച്ചിൻ്റെയോ സഹായത്തിലൂടെ നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു സഹായം ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ സെക്ഷനുണ്ട്. ഇനി ഗ്രൂപ്പ് ക്ലാസ് ആണ് ആവശ്യമെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് എൻ്റെ ഈ പേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെടുന്ന മറ്റൊരാൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.